என்ன முருகேஷா சௌக்கியமா? சௌக்கியங்க. என்ன இது வரைக்கும் ட்ரிப் ஒன்றும் போலையா? ஒரு ட்ரிப் போயிட்டுருங்க, கொஞ்சம் ஸ்பீடு பண்ணிங்க. சரிங்க. வணக்கம் சார். வணக்கம். ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആൽബർട്ട്, നമ്മുടെ ജീവൻ ബ്ലോക്കിലെ നോർത്ത് സൈഡ് ഫെൻസിംഗ് മുഴുവൻ വീണെടുക്കാൻ അതൊന്ന് റിപ്പയർ ചെയ്യാൻ പറയണമല്ലോ. സർ, ഞാൻ അവിടെ പോയിരുന്നു. നമ്മുടെ ലേബേഴ്സിനോട്ട് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചു. എനിവേ യു കം വിത്ത് മീ. സർ, ഞാൻ ആ പ്ലാനറ്റ് കാർത്തികന്റെ വീട് വരെ ഒന്ന് പോവാണ്. നാളെ മോർണിംഗ് ആൽബർട്ട് ബംഗ്ലാവിൽ നിന്ന് വരും. ബാങ്കിലും മറ്റും പോകേണ്ട ആവശ്യമുണ്ട്. സർ. ആ മാനേജർ ലീവ് കഴിഞ്ഞ് എന്ന് വരുമോ? സമയായി, വേഗം പോ. நம்ம முதலாளி கூட கார்ல இருந்த அந்த பெண்குட்டி யாரு? தெரியாதா சார்? நம்ம முதலாளி அம்மாவோட அண்ணன் பரதம் மேனோன் சார் பொண்ணு. கொஞ்ச நாளா இங்கதான் தங்கி இருக்கு. என்ன விஷயம் சார்? ഒന്നുമില്ല. കൃഷ്ണനുണ്ണിക്കോ? ആഹാ, ഇതെപ്പോ വന്നു? ബംഗ്ലാവിൽ നിന്നാണോ? ആ, ഞാൻ ഇപ്പൊ എത്തിയേക്കാം. കറുപ്പയ്യ, ஐயா, ഡ്രൈവറെ വിട്ട് വണ്ടി എടുക്ക ചൊല്ലു. அவர் വർക്ക്ഷോപ്പിക്ക് പോയിരിക്കാർ. ജീപ്പിക്ക് ഏതോ റിപ്പയർ ആണ്. എനിക്ക് അത്യാവശ്യം ബംഗ്ലാവിൽ നിന്ന് പോകണമായിരുന്നു. എന്താ സാർ? വണ്ടി ഒന്ന് എടുക്കണമായിരുന്നു. ഡ്രൈവർ പുറത്തു പോയിരിക്കാം. ഞാൻ കൊണ്ടാക്കാം. അത് ആൽബർട്ടിന്. ഓ, ഇറ്റ്സ് എ പ്ലഷർ. പ്ലീസ്. ദെൻ ഓക്കേ. പ്ലീസ് ഡാഡി, ഇനി എന്നെ കുറിച്ച് പറയേണ്ട. ഞാൻ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളൂ. എത്ര കാലമെന്ന് കരുതിയ ഇനിയെങ്കിലും ഡാഡി പറയുന്ന ഒന്ന് കേക്ക്. യേസ് എന്നൊരു ആൻസർ മതി എനിക്ക്. ഐ എം പ്രിപ്പയർ ടു ഡു എവറിത്തിങ്. മാരേജ് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ നിനക്ക് അവന്റെ കൂടെ ജർമ്മനിക്ക് പോവാം. പിന്നെ നിന്റെ മൂടൊക്കെ മാറിക്കോളും. എന്താ? ദയവേത് ഇനി എന്നെ നിർബന്ധിക്കരുത്. കഴിയുമെങ്കിൽ ഡാഡി എന്നെ ഇങ്ങോട്ട് വരാതിരിക്കണം. ഡാഡിയുടെ പ്രസൻസാ കഴിഞ്ഞതെല്ലാം എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. മോളെ, ഞാൻ മായ എന്തു പറഞ്ഞു? അവക്ക് എന്നെ കാണുന്നതാ ഏറ്റവും പ്രയാസമെന്ന്. ഞാൻ എന്താ ചെയ്യുക? സാരമില്ലടോ, താനൊന്ന് വെയിറ്റ് ചെയ്യേ, എല്ലാം ശരിയാവും. ആ, ഞാൻ ഉടൻ തന്നെ ഇറങ്ങാ. ടാക്സി വിടണ്ടായിരുന്നു. അത് കൊള്ളാം. ഉടൻ തന്നെ പോകാനോ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. വേണ്ട, എന്റെ പ്രസൻസ് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ ഇനി ഞാനായിട്ട് ഏതായാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. വന്നു. താൻ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത. ഇപ്പൊ പോയാ വന്ന ട്രെയിനിൽ തന്നെ മടങ്ങാം. ആ ആൽബർട്ടെ, ആൽബർട്ട്, ഡു മീ എ ഫേവർ. ഇദ്ദേഹത്തെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കണം. അതെന്താ സർ? ആൽബർട്ട് നമ്മുടെ സൂപ്പർവൈസറാ. എത്ര കാലമായി ജോയിൻ ചെയ്തിട്ട്? അധികകാലമായില്ല സർ. ഞാൻ നിങ്ങളെ എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ. എവിടെയാ വീട്? ദൂരെയാ, നെന്മാറെന്ന് പറയും.
டபுள் ஸ்ட்ராங் ஒரு டீ போடுப்பா. இங்க கோல்டன் வேலி டீ எஸ்டேட் எங்க இருக்கு? ഇവിടുന്ന് 2-3 കിലോമീറ്റർ പോണം. அங்க நென்மாரா? நென்மாரால இருந்து வந்த ஆல்பர்ட்ன்ற பேர்ல யாராவது இருக்கானா? ആൽബർട്ട്? എന്റെ അറിവിൽ അങ്ങനെ ഒരാളില്ല. ഇനി പുതുതായിട്ട് വന്ന ആളാണോ? ஆமா, புதுசா வந்தவன் தான். அஞ்சு லிட்டர் போடுப்பா. சரி, ஒரு போன் பண்ணணும். செய்தோளൂ. ஹலோ, நான் சலீம் பேசுறேன் சார். அந்த சூப்பர்வைசர் ஆல்பர்ட் இங்கதான் இருக்கான். ஆமா சார், நேரடியா டீசல் போட்டாச்சா? அப்படின்னா ஆயில் கொஞ்சம் செக் பண்ணு. சரி. நேரடியா கொலை பண்றதா இருந்தா இன்னைக்கே முடிச்சிட்டு நான் வந்துருவேன். ஆனா ஆக்சிடென்ட் மாதிரி இருக்கணுமே. ஆமா சார், நான் மேக்சிமம் ட்ரை பண்றேன். கூடிய சீக்கிரம் முடிச்சிட்டு வந்துடுறேன். ഓക്കെ സാർ, അപ്പുറമാ കൂപ്പിടുறேன். ലോൺ അയച്ചു കഴിഞ്ഞു. നാളെ അവിടെ കിട്ടും. യാ, ഡോണ്ട് വറി. ബൈ. എന്താ സാർ വിളിച്ചത്? ആൽബർട്ട്, കുറച്ച് ക്യാഷ് ഉണ്ട് ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ ക്യാഷിനോട് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിച്ചോളൂ.
എന്റെ അമ്മോ കഴിവറ മോനെ. എടാ എടാ റോയി നീയായിരുന്നോ? അല്ല, ആൽബർട്ട് അലക്സ്. വിടളിയാ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഏതായാലും പുതിയ അവതാരം കൊള്ളാം. ഇതെന്ത് പറ്റിയടാ നിന്റെ നെറ്റിയിൽ? ഏതായാലും നീ വന്ന ദിവസം കൊള്ളാം. എന്താടാ? എടാ എന്റെ ജോലി ഇന്ന് തീർച്ചേനെ. ഓഫീസിന് കുറച്ച് ക്യാഷുമായിട്ട് ബാങ്കിലേക്ക് പോകുന്ന വഴി ഒരുത്തന്നെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നേ. എന്തോ അവന് രക്ഷപ്പെട്ടു. എന്തോ നിന്റെ കഴിവാന്നാ വിചാരിച്ചേ? എടാ ഐശ്വര്യമുള്ള കാലുകുത്തി എന്റെ ഗുണമാ അത്. അതുപോട്ടെ, നീ എവിടെയായിരുന്നു ഇതുവരെ? അതൊരു പെരിയ കഥ. അന്ന് ഞാൻ നേരെ ബോംബെക്ക് വിട്ടടാ. അവിടെ ചില ചുറ്റിക്കളികളിലൊക്കെ ചെന്ന് പെട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാശും കൈ വന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഇപ്പം YMCA റോഡിൽ ഉണ്ടായിരുന്ന നമ്മുടെ പഴയ ആനണി ചേട്ടന്റെ വർക്ക്ഷോപ്പ് വാടകയ്ക്ക് എടുത്ത് നടന്നു. അന്ന് നീ ജയിലിൽ വെച്ച് പറഞ്ഞത് മുതൽ എന്റെ മനസ്സ് മാറുകയായിരുന്നു. എനിക്കും തോന്നി ഒരു ചേഞ്ച് ആവശ്യമാണ്. എന്തായാലും ഇപ്പൊ മനസമാധാനമുണ്ട്. എനിക്കില്ലാത്ത അതാടാ. അതൊക്കെ പോട്ടെ, ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ചാക്കുണ്ണിയേട്ടനെ ഞാൻ കണ്ടിരുന്നു. വിവരങ്ങളൊക്കെ എങ്ങനെയാ പറഞ്ഞത്? പിന്നെ നീ കരകയറി കണ്ടതിൽ ഒരാൾ ഹാപ്പിയാ. ആരടാ? എന്തോ പഴയതൊക്കെ മറന്നടാ. നമ്മുടെ കോളാമ്പി ലോഡ്ജ് മുതലാളിച്ചി. അളയാ, ഇനി വെച്ച് താമസിപ്പിക്കാതിരിക്കുന്ന ആ ബുദ്ധി. നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്, ഒരാഴ്ച നമുക്കിവിടെ കൂടാം. അയ്യോ, അത് പറ്റില്ല. പഴയതുപോലൊന്നും അല്ലല്ലയാ ഞാൻ. ഭയങ്കര ബിസിയാ. ആ കാർ നന്നാക്കി വന്നാ അപ്പ ഞാൻ പോവും. കാറോ? നീ കാറൊക്കെ പിടിച്ചോ? വാങ്ങിച്ച പോലെ തന്നെയാ. എന്ന് വെച്ചാ ഈടാ അറിയാ, വർക്ക്ഷോപ്പിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാർ നമ്മുടെ എല്ലാവരും നാട്ടുകാരാണ്. ഓഹോ, അപ്പൊ പഴയ തൊഴിലൊന്നും നീ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ലല്ലേ? ഇല്ല, പലതും കുറേശ്ശെ മിച്ചം വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, 2 ഗ്ലാസ് എടുക്കും. ഓ, എന്തൊരു തണുപ്പ് ഇവിടെ.